സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹ്മാന്റെ മോചനത്തിനായുള്ള കേരളത്തിന്റെ ശ്രമം സിനിമയാകുന്നു. സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ നടന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ മലയാളികളുടെ ഐക്യം, അവരുടെ ആ വിൽ പവർ, കൂട്ടായ്മ, ആ വികാരം. മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം അവിടെ മലയാളിയെ അവിടെ തല അറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി, മതം, കക്ഷി, രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. സൗദി ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്തുകിടന്ന റഹീമിനെ രക്ഷിച്ചെടുക്കാനായി യാത്ര നടത്തിയതായും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയാക്കുന്നത്. ആടുജീവിതം എന്ന സിനിമ മനസ്സിൽ തട്ടിയതിനാൽ അതിന്റെ സംവിധായകൻ ബ്ലസ്സിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. 3 മാസത്തിനകം ഷൂട്ടിംഗ് നടത്താനാണ് പദ്ധതി. മോചനദ്രവ്യമായ 34 കോടി രൂപ സമാഹരിച്ച മലയാളികൾ അഭിമാനത്തോടെ നെഞ്ചേറ്റിയ അപൂർവവും അസാധാരണമായ ഈ സംഭവം സിനിമയാകുന്നതോടെ മലയാളികളുടെ ഐക്യത്തിന്റെയും നിഷ്ഠദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ലോകത്തിനുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സന്ദേശമാണ് അഗ്രപാളികൾ എത്തുക. ഈ സിനിമയുടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നും ബോച്ചെ പറഞ്ഞു. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ഷാറൂഖ് ഖാനും വാദസമയത്തിൽ സംബന്ധിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.